വനിതാ MP മുൻനിർത്തി BJP കേസ് കൊടുത്ത് പോലീസ് FIR ഇടുകയും ചെയ്തു എങ്കിലും അറസ്റ്റിലായത് BJP നേതാവാണ്. ഇതോടെ BJPയുടെ നില പരിങ്ങലിലായി എന്ന് തന്നെ പറയാം. സത്യം പറഞ്ഞാൽ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്ന അവസ്ഥയിലാണിപ്പോൾ BJP. അതായത് വനിതാ മന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ സംഭവത്തിൽ BJP നേതാവ് അറസ്റ്റിലായിരിക്കുകയാണ്. പാർട്ടിയുടെ കർണാടക MLC-യായ CT രവിയാണ് അറസ്റ്റിലായത്. കർണാടക കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ ലക്ഷ്മി ഹെബ്ബാൽക്കറിനെതിരെയാണ് CT രവി മോശം പരാമർശം നടത്തിയത്. BJPയുടെ മുൻ ദേശീയ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. വാക്കുകളിലൂടെയോ ആംഗ്യങ്ങളിലൂടെയോ സ്ത്രീത്വത്തെ അപമാനിക്കൽ വകുപ്പ് പ്രകാരമാണ് BJP നേതാവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. കർണാടക നിയമസഭയുടെ ശീതകാല സമ്മേളനത്തിനിടെ കർണാടക വനിതാ ശിശു വികസന മന്ത്രി ലക്ഷ്മി ഹെബ്ബാൽക്കറാണ് CT രവി തനിക്കെതിരെ മോശം പരാമർശം നടത്തിയെന്ന് പറഞ്ഞത്. തുടർന്ന് മന്ത്രി ഇതിനെതിരെ പരാതി നൽകുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയുമായിരുന്നു. ഹെബ്ബാൽക്കറിനെതിരെ നിരവധി തവണ CT രവി മോശം പരാമർശം നടത്തിയെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. നേരത്തെ വിവിധ വിഷയങ്ങളിൽ CT രവിയും ഹെബ്ബാൽക്കറും തമ്മിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു. ബെൽഗാവിയിലെ സുവർണ വിധാൻ സൗദയിൽ നിന്നാണ് BJP നേതാവിനെ കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും BJPക്ക് മൊത്തത്തിൽ ഇതൊരടിയാണ്. കാരണം സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഹുലിനെതിരെ അവർ പോലീസിനെ സമീപിച്ചതും 6 വകുപ്പുകൾ എണ്ണി പറഞ്ഞുകൊണ്ട് FIR ഇട്ടതും. അത് മാത്രവുമല്ല, നാഗാലാൻഡിലെ BJPയുടെ വനിതാ MP അതിരൂക്ഷമായ വിമർശനമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയത്. വളരെ ഉച്ചത്തിൽ എന്നോട് അപമര്യാദയായി പെരുമാറി, അദ്ദേഹത്തിന്റെ സാമീപ്യം എനിക്ക് അങ്ങേയറ്റം അസ്വസ്ഥത ഉണ്ടാക്കി തുടങ്ങി, ഏറെ വേദനയോടെയാണ് ഞാൻ മാറി നിന്നത് എന്നും അവർ പറഞ്ഞു. ഒരു പാർലമെന്റ് അംഗവും ഇത്തരത്തിൽ പെരുമാറരുതെന്ന് തോന്നി എന്നുകൂടി അവർ അടിവരയിട്ട് പറയുകയും ചെയ്തു. ഒരു സ്ത്രീ എന്ന നിലയിലും ST സമുദായത്തിലെ അംഗമെന്ന നിലയിലും എന്റെ ആത്മാഭിമാനത്തിനും അന്തസ്സിനുമാണ് രാഹുൽ ഗാന്ധി കാരണം മുറിവേറ്റത്. അതിനാൽ ബഹുമാനപ്പെട്ട ചെയർമാനോട് ഞാൻ സംരക്ഷണം തേടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷനുമായ ജഗദീപ് ധൻകറിന്റെ അടുത്തേക്ക് അവർ കരഞ്ഞുകൊണ്ട് ഓടുകയാണുണ്ടായത്. മാത്രവുമല്ല, ജഗദീപ് ധൻകർ അവർ പറഞ്ഞത് വെള്ളം തൊടാതെ വിഴുങ്ങുകയും ചെയ്തതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ രാഹുലിനെതിരെ പോലീസ് FIR ഇട്ടതും. പക്ഷേ തൊട്ടപ്പുറത്ത് BJP നേതാവ് ചെയ്തതോ? അവിടെ വനിത എന്ന പരിഗണനയൊന്നും BJP നേതാവിനുണ്ടായില്ലേ എന്നേ തൽക്കാലം ചോദിക്കാനുള്ളൂ.